ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് 2.5 കിലോ ചിക്കനാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ആദ്യം തന്നെ അതിനുള്ള മസാല തയ്യാറാക്കണം. ആദ്യം കുറച്ച് വലിയുള്ളി നന്നായിട്ട് അരിഞ്ഞു വെക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ പച്ചമുളക് എന്നിവ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. ആദ്യം നമ്മൾ ഇതിന് ആവശ്യമായുള്ള ഒരു ചെമ്പ് നമ്മൾ അടുപ്പിൽ വെക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ആഡ് ചെയ്യുക. ആ സവോള നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കേണ്ടതാണ്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പിലയും മല്ലിച്ചപ്പും അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർക്കണം. എന്നിട്ട് നമ്മുടെ ചേർത്ത് വെച്ച മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് 3-4 തക്കാളി അരിഞ്ഞു വെച്ചതും കൂടെ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇടുക. നന്നായിട്ട് എന്നിട്ട് വെള്ളം ചേർക്കാതെ തന്നെ നമ്മളത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമ്മളങ്ങനെ അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ കാണാം അതിൽ നിന്ന് ഒരുപാട് ചിക്കൻ്റെ വെള്ളം തന്നെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. കുറച്ച് ഒരു വെള്ളം പോലെ ആയിട്ടുണ്ടാവും ചിക്കൻ കറി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു അടുപ്പിൽ കുറച്ച് നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ച ചൂടുവെള്ളം അതിലേക്ക് ചേർക്കുക. ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കറി ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മളത് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ വെന്തതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ അതിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡിയായി.